കെ അണ്ണാമലയ്ക്ക് പിന്നാലെ സോഷ്യൽ മൂവ്മെന്റുമായി രജനീകാന്തിന്റെ ഭാര്യ ലത. മക്കൾ മേട എന്ന പേരിലാണ് പ്ലാറ്റ്ഫോം. ആർക്ക് മൂവ്മെന്റിന്റെ ഭാഗമാകാമെന്ന് ലത രജനീകാന്ത് അറിയിക്കുന്നു. മനേഷ് മൂർത്തി ചെന്നൈ ചെയ്തു. മനേഷ്, ഈ വിജയുടെ ഒരു സർപ്രൈസ് എൻട്രിയും പിന്നീടുള്ള മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആരോഹണവും അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു. സെലിബ്രിറ്റികൾക്കിടയിലും വലിയ രീതിയിലുള്ള അറ്റംപ്റ്റുകൾ, മൂവ്മെന്റുകൾ ഇത്തരത്തിൽ നടക്കുന്നു. അണ്ണാമലയ്ക്ക് പിന്നാലെ ഇപ്പോൾ രജനീകാന്തിന്റെ ഭാര്യയും. എങ്ങനെ വ്യാഖ്യാനിക്കാം? എന്നുള്ള ശ്രമമായി നമുക്ക് ഈ ഘട്ടത്തിൽ ഇതിനെ കരുതാം? സുഹൈൽ, അതായത് രജനീകാന്തുമായുള്ള ബന്ധം, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായുള്ള ബന്ധമെല്ലാം ഇന്നിപ്പോൾ അണ്ണാമലയുടെ സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ലൈവിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, രജനീകാന്തിന്റെ ആശീർവാദത്തോടു കൂടിയായിരുന്നു താൻ BJP-യിലേക്ക് എത്തിയത്. രജനീകാന്ത് ആരംഭിക്കുന്ന പാർട്ടിയിൽ ചേരണം എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്ത ഒരു നില വന്നപ്പോഴാണ് താൻ BJP-യിലേക്ക് പോയത്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. അതായത് ഒരു സോഷ്യൽ മൂവ്മെന്റ് കെ അണ്ണാമലൈ തുടങ്ങുമ്പോൾ അവിടെ രജനീകാന്തിന്റെ പേര് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു സാഹചര്യമാണ് വളരെ വേഗത്തിൽ ഇത്തരത്തിലൊരു സോഷ്യൽ മൂവ്മെന്റുമായി മുൻപോട്ട് വരാൻ ലത രജനീകാന്തിനെ പ്രേരിപ്പിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആർക്കും മൂവ്മെന്റിന്റെ അതായത് മക്കൾ മേട എന്നാണ് ആ ഒരു ഇതിന്റെ ഒരു സോഷ്യൽ മൂവ്മെന്റിന്റെ പേര്. അണ്ണാമലയെ ഒബ്ജക്ട് ചെയ്യുന്നതാണോ? അണ്ണാമല രജനീകാന്ത് ആശീർവാദമുണ്ടെന്ന് പറഞ്ഞതിനെ എതിർക്കുന്ന ഒരു തരത്തിലുള്ള മൂവ്മെന്റ് ആണോ അത്? അതായത് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കെ അണ്ണാമലൈ തുടങ്ങിയ ഒരു മൂവ്മെന്റിന്റെ ഭാഗമല്ല രജനീകാന്ത് എന്ന് വളരെ കൃത്യമായി പറയുക തന്നെയാണ് ഈ ഒരു സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കെ അണ്ണാമലയുടെ മൂവ്മെന്റുമായി രജനീകാന്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് സ്ഥാപിക്കുക തന്നെയാണ് ലത രജനീകാന്ത്. അതിനാണ് മക്കൾ മേട എന്ന പേരിലുള്ള പ്ലാറ്റ്ഫോം നിലവിൽ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിലേക്ക് ആളുകൾക്ക് വരാം. അത് ഏതൊരു സാധാരണക്കാരനും എത്ര വലിയ ആളാണെങ്കിലും IAS IPS ആരാണെങ്കിലും ശരി, ആ പ്ലാറ്റ്ഫോമിലേക്ക് വരാം, ഒരുമിച്ച് പോരാടാം. അതായത് തമിഴ്നാടിന്റെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് എന്തായാലും ഇപ്പോൾ മക്കൾ മേട എന്ന പേരിൽ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.